ഹലോ ഫ്രണ്ട്സ്. ആയുഷ്മാൻ സോണി, കയോസ് ഇറാനി എന്നിവർ തിരക്കഥ എഴുതി കയോസ് ഇറാനി സംവിധാനം ചെയ്ത് 2025 റിലീസായ ഹിന്ദി മൂവിയാണ് സർസമീൻ. ദേശസ്നേഹം, കുടുംബം, റാഡിക്കലൈസേഷൻ എന്നിവയെക്കുറിച്ചുള്ള പ്രമേയങ്ങൾ കശ്മീരിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ അവതരിപ്പിക്കുന്നു. കേണൽ വിജയ് മേനോൻ കശ്മീരിലെ ഇന്ത്യൻ ആർമി ഓഫീസറാണ്. കർശനമായ അച്ചടക്കത്തിനും രാജ്യത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും പേരുകേട്ട വ്യക്തിയാണ് അദ്ദേഹം. രാജ്യസ്നേഹപരമായ ആശയങ്ങൾ മുറുകെ പിടിക്കുകയും ദേശീയ കടമയ്ക്ക് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുകയും ചെയ്യുന്നയാളാണ് ഇദ്ദേഹം. എന്നിരുന്നാലും മകൻ ഹർമനുമായി അദ്ദേഹത്തിനുള്ള ബന്ധം അത്ര സുഖകരമല്ല. ഹർമാന്റെ സംസാരത്തിലെ തടസ്സവും ഭയമില്ലായ്മയും വിജയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു ദൗത്യത്തിനിടെ വിജയ് 2 തീവ്രവാദികളെ പിടികൂടുന്നു. ഇതിന് പ്രതികാരമായി ഹർമാനെ തട്ടിക്കൊണ്ടുപോകുന്നു തീവ്രവാദികൾ. പിടികൂടിയ തീവ്രവാദികളെ വിട്ടയച്ചാൽ ഹർമാനെ മോചിപ്പിക്കാമെന്ന് തീവ്രവാദികൾ പറയുന്നു. ഈ അസാധ്യമായ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ വിജയ് തന്റെ മകനേക്കാൾ രാജ്യത്തോടുള്ള കടമയ്ക്ക് മുൻഗണന നൽകി തീവ്രവാദികളെ വിട്ടയക്കുന്നില്ല. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ഒരു തീവ്രവാദി മരിക്കുകയും മറ്റേയാൾ ഹർമാനോടൊപ്പം രക്ഷപ്പെടുകയും ചെയ്യുന്നു. 8 വർഷങ്ങൾക്ക് ശേഷം ഹർമാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. എന്നാൽ അവൻ പഴയ ഹർമാൻ ആയിരുന്നില്ല. തട്ടിക്കൊണ്ടുപോയ അതേ തീവ്രവാദികളുമായി ബന്ധമുള്ള ഒരു തീവ്രവാദിയായിട്ടാണ് അവൻ തിരിച്ചെത്തിയത്. സിനിമയുടെ ക്ലൈമാക്സിൽ നാടകീയമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. ഹർമാന്റെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ചും കൂറിനെക്കുറിച്ചും അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ചുരുക്കത്തിൽ സർസമീൻ കുടുംബസ്നേഹവും രാജ്യസ്നേഹപരവുമായ കടമയും തമ്മിലുള്ള സംഘർഷം വ്യക്തികളിലും കുടുംബങ്ങളിലും വരുത്തുന്ന വിനാശമായ ഫലങ്ങൾ, രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ ഒരു മേഖലയിലെ റാഡിക്കലൈസേഷന്റെ സങ്കീർണതകൾ എന്നിവയെക്കുറിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നു. ഇതുപോലുള്ള മൂവീസ് ആൻഡ് വൺ ലൈൻ സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു ഫ്രണ്ട്സ്.